നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളായ രണ്ട് മക്കളെ, അബൂലഹബിന്റെ രണ്ട് മക്കൾ ഉത്തുബത്തും ഉത്തൈബത്തും അവരാണ് കല്യാണം കഴിച്ചിരുന്നത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനീ പ്രബോധനം ആരംഭിച്ചപ്പോൾ ദേഷ്യം വന്ന അബൂലഹബ് തന്റെ മക്കളായ ഉത്തുബത്തിനോടും ഉത്തൈബത്തിനോടും മരുമക്കളെ വിവാഹമോചനം നടത്താൻ വേണ്ടി നിർദ്ദേശിച്ചു. അങ്ങനെ നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ഒരേ ദിവസം രണ്ട് മക്കൾ വിവാഹമോചിതരായി കടന്നു വന്നു. റുഖിയ്യ, ഉമ്മു കുൽസൂം എന്നാണ് അവരുടെ പേര്. അതിൽ റുഖിയ്യ ബീവിയെ ആദ്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. ബദർ യുദ്ധത്തിന് വേണ്ടി എല്ലാവരും പോയ സമയത്ത് റുഖിയ്യ ബീവി രോഗിയായിരുന്നതിനാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദറിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ബദർ കഴിഞ്ഞ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മടങ്ങിയപ്പോ അവർ മക്കയിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ റുഖിയ്യ ബീവി മരണപ്പെട്ടിരുന്നു. പിന്നീട് ഉമ്മു കുൽസൂമിനെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ജുമഅക്ക് ഖതീബ് ഖുതുബ ഓതുമ്പോ ദുന്നൂറൈനി ഉസ്മാൻ, നൂറ് പ്രകാശം, ദുന്നൂർ പ്രകാശമുള്ള ആൾ, ദുന്നൂറൈനി രണ്ട് പ്രകാശമുള്ള ആള്. ആ രണ്ട് പ്രകാശം മുത്തുനബിയുടെ രണ്ട് മക്കളാണ്, ഒന്ന് റുഖിയ്യയും മറ്റൊന്ന് ഉമ്മു കുൽസൂമുമാണ്. അധികകാലം കഴിഞ്ഞില്ല, ഉമ്മു കുൽസൂമും മരണപ്പെട്ടു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി എനിക്ക് ഒരു മകളെ കൂടി കെട്ടിക്കാനുണ്ടായിരുന്നുവെങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാന് തന്നെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു. പെൺകുട്ടികൾക്ക് പുതിയാപ്പിളനെ തരുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മാതിരത്തെ പുതിയാപ്പിളനെ തരാം. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു പെൺകുട്ടി രണ്ടെണ്ണം കെട്ടിച്ചു കൊടുത്തു, രണ്ടാളും മരണപ്പെട്ടു, ഇനി ഒരാളും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഉസ്മാനുള്ള തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മാതിരത്തെ പുതിയാപ്പിള. എന്താ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത? ഒന്ന്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ സമാധാന പ്രിയനായിരുന്നു എന്നതാണ്. എല്ലാ കാര്യം മഹാനവറുകൾ ചെയ്യും, ആലോചിച്ച് ആക്കത്തിനെ ചെയ്യുള്ളൂ, എടുത്തു ചാടൂല. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രത്യേകത. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് കൂഫയിലേക്ക് നിശ്ചയിച്ചിരുന്ന ഗവർണറുടെ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. കൂഫക്കാര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നാട്ടിലെ ഗവർണറെ മാറ്റണം എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാറ്റൊക്കെ ചെയ്യാ, കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ആലോചിച്ചിട്ട് അദ്ദേഹത്തെ വിളിച്ചൊന്ന് സംസാരിച്ചിട്ട് സാവകാശം മാറ്റാറുന്നു. കൂഫക്കാര് വന്നീന്ന ആൾക്കാർ പറഞ്ഞു, സാവകാശമൊന്നുമില്ല, ഞങ്ങളെല്ലാം അന്വേഷിച്ചിട്ടാ വരുന്നത്, ഇപ്പൊ തന്നെ മാറ്റണം എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പൊ ഏതായാലും മാറ്റൂല, കുറ്റാരോപിതനായ ആളെ വിചാരണ ചെയ്യാതെ തീരുമാനം കഴിയൂല എന്ന് പറഞ്ഞപ്പോ ഓല് പറഞ്ഞു, ആ ഒന്നും നടക്കൂല, ഇപ്പൊ തന്നെ മാറ്റണം, അല്ലെങ്കിൽ ജനറൽ ബോഡി നടക്കാൻ അയക്കൂല. അങ്ങനെ ആകെ പ്രശ്നമായി. അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വീട്ടുതടങ്കലിലാക്കുകയും ശത്രുക്കൾ വീട് വളയുകയും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യാനുണ്ടായ കാരണം മഹാനവറുകളുടെ ഈ സമാധാനപ്രിയമാണ്. ആക്കത്തിനെ തീരുമാനമുള്ളൂ, സാവകാശം നടപ്പിൽ വരുത്തുള്ളൂ, ഒക്കെ ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ എന്നതാണ് മഹാനവറുകളുടെ പ്രത്യേകത. അങ്ങനെ ഈറ പിടിച്ചാത്ത മനുഷ്യന്മാരെ കൊണ്ട് കുട്ടികളെ കെട്ടിക്കുക. ചുരുക്കം പറഞ്ഞാല് അതിന് ആദ്യം എന്താണ്, നമ്മളൊരു ഈറൊടിച്ചാത്ത മനുഷ്യന്മാരാവണല്ലോ, അങ്ങനെയല്ല നേരാവുള്ളൂ. അപ്പൊ പുതിയാപ്പിളാർക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മാതിരിയാകുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് പ്രത്യേകതയാണ് നമ്മൾ പറയണത്. ഒന്ന്, ഈറൊടിച്ചാത്ത ആളാ, ഇവർക്ക് ഈറയില്ല. ഞമ്മക്കോ ഈറ വരാതെ ഇരിക്കൂല, അങ്ങനെയാണ്. നമ്മൾ സ്പൂണ് വീണാൽ മതി അടുക്കളയിൽ യുദ്ധം ഉണ്ടാക്കും, പ്ലേറ്റാ വീണ വെച്ചാൽ യുദ്ധത്തുമ്മല യുദ്ധം ഉണ്ടാക്കും, അങ്ങനെയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഈറ വരില്ല, ദേഷ്യം പിടിക്കില്ല. അതാണ് മഹാനവറുകളുടെ പ്രത്യേകത. രണ്ടാമത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രത്യേകതയുണ്ട്, ദാനശീലനാകുന്നു എന്നതാണ്. വലിയ ധർമ്മിഷ്ഠനാണ്. തെങ്ങിന്റെ ചോട്ടൊക്കെയാണ് ഇരിക്കണത് അല്ലേ, തേങ്ങ കെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. ഒക്കെ നോയിക്കളി മേലക്ക് ഇട്ടാ, തലന്റെ മേലക്ക്. പ്രാർത്ഥിക്കുവാൻ പത്തതബുകൾ അറിയേണ്ടതാണ്, അല്ലാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാണ്. 10 നിബന്ധനയുണ്ട് ദ്വാരക്കാൻ എന്നാണ്.
വിഷയം മാറുന്നുണ്ട്. 10 നിബന്ധന തുറക്കാണ്ട്. അതിലൊന്ന് സമയം നോക്കണം എന്നാണ്. മഴ പെയ്തിരിക്കും സമയം അതിലൊന്നാണ്. മഴ പെയ്യുന്ന സമയത്ത് ദുആക്ക് പ്രത്യേക ഇജാബത്തുണ്ട് എന്നാണ്. അപ്പൊ മഴ പെയ്താൽ നമ്മളപ്പോ തുറക്കും. കാറ്റ് പെട്ടതല്ല കേട്ടോ, മഴയാണ്. തങ്ങളെ നോയിക്കോടെ. ആ മാലടാൻ കുറച്ച് വൈകിന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പൊ നോക്കിയെല്ലാരും. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഒരു പ്രത്യേകത, വയലതിന്റെ ഇടയിൽ കൂടെ ശ്രദ്ധിക്കും. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഒരു പ്രത്യേകത സമാധാന പ്രിയനാണ്, ദേഷ്യം പിടിക്കാത്ത ആളാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ രണ്ടാമത്തെ പ്രത്യേകത ദാനശീലനായിരുന്നു എന്നതാണ്. ഈ ദാനശീലം എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മം കൊടുക്കാൻ പൈസ വേണം, ദാനശീലത്തിന് പൈസ വേണ്ട, മനസ്സുണ്ടായാൽ മതി. ധർമ്മം കൊടുക്കണമെങ്കിൽ പൈസ ഉള്ളവർക്കേ നടക്കുള്ളൂ, അല്ലാത്തവർക്ക് നടക്കൂലല്ലോ. ദാനശീലം എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കലല്ല, ദാനശീലം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. പിന്നെ തെങ്ങുംപട്ട ചതിക്കൂലങ്ങൊക്കെയാണ് പറയല്. തല കാത്തോളി എല്ലാരും. അപ്പോ പിന്നെ ഉസ്മാൻ റളിയല്ലാഹു മദീനത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആദ്യമായിട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത്, മദീനക്കാരൊക്കെ മുസ്ലിങ്ങളായ ആളുകളൊക്കെ വെള്ളം കോരിക്കൊണ്ടുപോയിരുന്നത് ഒരു ജൂതന്റെ കിണറിൽ നിന്നായിരുന്നു. അപ്പൊ ഇസ്ലാമിന്റെ പ്രബോധനം എങ്ങനെ ശക്തിപ്പെട്ടപ്പോ ജൂതൻ കിണറ്റിന്ന് ആരും വെള്ളം കൊണ്ടുപോണ്ടായിരുന്നു. അപ്പൊ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിക്കെന്ന് പറഞ്ഞു. പള്ളിക്കെന്ന് പറഞ്ഞാൽ അന്ന് കൂടുന്ന സ്ഥലം, പള്ളി ഉണ്ടാക്കിയോ ഇല്ലയെന്ന് അറിയില്ല, എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് വെച്ചിട്ട് പറഞ്ഞു, ആരത്തേലും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ആ കിണറൊന്ന് വിലക്ക് വാങ്ങായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു കിണറിന്റെ ഉടമസ്ഥനെ കാണാൻ വേണ്ടി പോയി. നിങ്ങളെ കിണർ വിൽക്കണോ ചോദിച്ചു. ആ വിൽക്കണം എന്ന് പറഞ്ഞു. എന്താ തരണ്ടതെന്ന് ചോദിച്ചു. നമ്മൾ സാധാരണ തൊള്ളേ കൊള്ളാത്ത വിലയാണ്ട് പറഞ്ഞു. പറഞ്ഞ വിലക്ക് എടുത്തെടുത്തുങ്ങാണ്ട് കിണർ വാങ്ങിയിട്ട് വഖഫാക്കി. ഇതറിഞ്ഞ ഉമർ റളിയല്ലാഹു ചോദിച്ചു, ആ വിവരം ഒന്ന് പറഞ്ഞിക്കണേ നമുക്കൊന്ന് ചവിട്ടി പിടിച്ചിട്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു സ്ഥലക്കച്ചവടക്കാരനായിരുന്നു. ഉമർ റളിയല്ലാഹു സ്ഥലക്കച്ചവടക്കാരനാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞു, എന്ത് കച്ചവടാക്കാൻ പോവുക എന്നുള്ള വിവരം പറഞ്ഞിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ചവിട്ടി പിടിച്ചൊന്ന് നേരാക്കിയിട്ട്. അതിൽ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, അപ്പൊ ഞാൻ ആ വില കൊടുത്തത് മൂപ്പര് അത്രേ പറഞ്ഞിട്ടുള്ളൂ എന്നതിനാലാണ്. കുറച്ചുകൂടിയും കൂട്ടി പറഞ്ഞിക്കുകയാണെങ്കിൽ അപ്പൊ ആ പൈസയും കൊടുത്തിട്ട് വാങ്ങും എന്ന് പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു. കാരണം ഞാനിത് കച്ചവടാക്കിയത് ദുന്യാവില് ലാഭം ഉണ്ടാക്കാനല്ല, അത് ആഖിറത്തേക്കാണ്, അതിന് എത്ര വില കൊടുത്താലും നഷ്ടാവൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഖഫുകൾ ഇങ്ങനെ നടന്നു. മദീനത്തെ പള്ളി മസ്ജിദുൻ നബവി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് വിപുലീകരിക്കുന്ന സ്ഥലവും അന്ന് ഉസ്മാൻ റളിയല്ലാഹു വഖഫാക്കിയതാണ്. മദീനത്തെ പള്ളി മാത്രമല്ല, മുറ്റം ഉൾപ്പെടെ ഒക്കെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഖഫാണ്. യുദ്ധത്തിന് പോകാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅദ് പറഞ്ഞു, സഹാബ എല്ലാവരും യുദ്ധ ഫണ്ടിലേക്ക് ധാരാളമായി സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, പുന്നാര നബിയേ, 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം. രണ്ടാമതും നബി തങ്ങൾ വഅദ് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു വീണ്ടും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ വേറെയും തരാം. മറ്റൊരിക്കൽ നബി തങ്ങൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി വഅദ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ റളിയല്ലാഹു വീട്ടിൽ പോയി 7000 ദിർഹംസ് കൊണ്ടുവന്ന് കൊടുത്തു. മുത്തുനബി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉസ്മാനെ ഇനി വീട്ടിൽ എന്താ ഉള്ളത്? അതില് പറഞ്ഞു, ഇത്രയും കൂടി ഉണ്ട് പറഞ്ഞു, 7000 പെരയിലും ഉണ്ട് പറഞ്ഞു. അതില് തോരുന്ന പടച്ചോനെ, ഉസ്മാന് ചെലവാക്കിയതിലും വീട്ടിൽ വെച്ചതിലും നീ ബറക്കത്ത് ചെയ്യണേ എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു ഉസ്മാൻ റളിയല്ലാഹു. കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിന്റെ മുമ്പത്തെ പ്രാവശ്യം ഉംറക്ക് ചെന്നപ്പോ മദീനയിൽ ഞാനിങ്ങനെ സമയമുണ്ടായപ്പോ ഒരു ടാക്സിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു. അപ്പൊ 3 വലിയ ബിൽഡിങ്ങുകൾ കണ്ടു, ചുവന്ന പെയിന്റ് അടിച്ചത്. കൂടെ ഉണ്ടായിരുന്ന അസ്ലമിനോട് ചോദിച്ചു, അസ്ലമേ ഈ ബിൽഡിങ്, അപ്പൊ ചോദിക്കാൻ കാരണമുണ്ട്, ആ ബിൽഡിങ്ങുമേ
ഹാദാ വഖഫ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ലിൽ മുസ്ലിമീൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്തതാണ്. വലിയ വാർപ്പിന്റെ 3 ബിൽഡിംഗ് ആണ് റോഡ് സൈഡില്, ഷോപ്പിംഗ് മാള്. എന്തായാലും ഇപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്യുന്ന കാലത്ത് അങ്ങനത്തെ ഒരു ടെറസ് ബിൽഡിംഗ്, കോൺക്രീറ്റ് ബിൽഡിംഗ് ഏതായാലും ഉണ്ടാവില്ല. അപ്പൊ അസ്ലമാണ് കൂടെ ഉള്ളത്. അസ്ലമിനോട് ചോദിച്ചു എന്താ സംഭവം. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്നത് ഒരു വലിയ ഈത്തപ്പനത്തോട്ടമാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ഈത്തപ്പനത്തോട്ടം മുസ്ലിങ്ങളുടെ പൊതുവായ ഗുണത്തിന് വേണ്ടി വഖഫ് ചെയ്തതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ഈത്തപ്പന മരങ്ങൾ മുറിഞ്ഞു വീഴാൻ തുടങ്ങി. 150 വർഷമാണ് അത്ര ഈത്തപ്പന മരങ്ങൾ പരമാവധി പോവുക. അപ്പൊ 150 കഴിഞ്ഞിട്ട് 1500 കൊല്ലമായല്ലോ. അപ്പൊ ഈത്തപ്പനൊക്കെ പോയി, മരുഭൂമിയായി. കുറെ കാലം കഴിഞ്ഞ് സൗദി ഗവൺമെന്റ് അവിടെ 3 ബിൽഡിംഗ് ഉണ്ടാക്കി, വാടകയ്ക്ക് കൊടുത്തു. അതിന്റെ പൈസ സൗദിയിലെ നാഷണൽ ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും അതിൽ നിന്ന് ലോക മുസ്ലിങ്ങളുടെ ഗുണങ്ങൾക്ക് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത്ഭുതകരമായ ഒരു സംഭവം. അവിടെ ഇപ്പോഴും സൗദിയിലെ നാഷണൽ ബാങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് എന്നും അതിൽക്കാണ് പൈസ പോണത് എന്നുമാണ്. അതിലേറെ അത്ഭുതം, ആ ബിൽഡിങ്ങിന്റെ ആധാരം ഇപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ ചിലപ്പോ നമുക്ക് തോന്നും മൂപ്പർക്ക് ഇപ്പൊ എന്താ കൊടുത്തൂടെ, ഹൈവേന്റെ വക്കത്ത് മൂപ്പർക്ക് തോന സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും, പുതിയ ഹൈവേ വന്നപ്പോ നല്ല കായിട്ടിട്ടുണ്ടാവും എന്ന്. അല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനക്കാരനല്ല, മക്കക്കാരനാണ്, മുഹാജിറാണ്, അൻസാരിയല്ല. മക്കത്തുനിന്ന് 2 കയ്യും വീശിയിട്ട് മദീനത്തേക്ക് വന്നതാണ്. എന്നിട്ടാണ് ഈ കൊടുക്കണേ. എന്തേ കൊടുക്കാണ്ടായി? കൊടുക്കാനുള്ള മനസ്സുണ്ടായി, അപ്പോൾ കൊടുക്കാനുള്ള പൈസ ഉണ്ടായി. ഇതാണ് ഉത്തരം. കൊടുക്കാനുള്ള മനസ്സുണ്ടോ, കൊടുക്കാനുള്ള പൈസ ഉണ്ട്. കൊടുക്കാനുള്ള മനസ്സില്ലേ, കീശയ്ക്ക് ഇങ്ങനെ നോക്കുക എന്നല്ലാതെ ഒരു പൈസയും കൊടുക്കാൻ പറ്റിയത് ഉണ്ടാവില്ല. കൊടുക്കാനേച്ചിട്ട് നൂലുമ്മ ആകാശത്ത് നിന്ന് ഇറങ്ങുമൊന്നുമില്ല, ഉള്ളേന്ന് കൊടുക്കലാണ്. പക്ഷെ അത് ആ മനസ്സുള്ളവർക്കേ കയ്യുള്ളൂ. ഇതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ 2ാമത്തെ ഗുണം. ഈ 2 ഗുണാണ് ഭർത്താക്കന്മാർക്ക് ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ്